കൽവരിയിലെ ആ ക്രൂശ് മരണത്തിന് സ്വയം സന്നദ്ധനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതിനാലാണ് ശത്രുക്കൾക്ക് യേശുവിനെ പിടിക്കാനായതും തുടർന്ന് ക്രൂരമായി ഉപദ്രവിച്ച് ക്രൂശിൽ തറച്ചു കൊല്ലുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. അങ്ങനെ ആ ക്രൂശിൽ തൂങ്ങിക്കടന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ 7 മൊഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ഓടിച്ച് പഴിയും. അതിൽ ആദ്യത്തെ മൊഴി അല്പമായിട്ട് അല്ലെങ്കിൽ അല്പം വിശദമായി പഠിക്കാനും നമുക്ക് കഴിഞ്ഞ ആഴ്ചയുടെ വന്നു. ആദ്യത്തെ മൊഴി പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനാവാചകമായിരുന്നല്ലോ. അതിങ്ങനെയായിരുന്നു: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പീഡനത്തിനും കഷ്ടപ്പാടിനും നടുവിൽ യേശുവിന്റെ മഹാമനസ്കതയെ പ്രകടമാക്കുന്ന ഈ വാക്കുകൾ തിരുവെഴുത്തിലെ ഏറ്റവും പ്രിയങ്കരവും അവിസ്മരണീയവുമായ വാക്കുകളിൽ ഒന്നാണല്ലോ. നമ്മളത് കണ്ടതാണ്. തന്നെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന ആക്രോശിക്കുന്ന ജനക്കൂട്ടവും അവരെ അതിനായി ഇളക്കിവിട്ട മത നേതാക്കന്മാരും അവരുടെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങി ക്രൂശീകരണത്തിന് വിധിച്ച ന്യായാധിപന്മാരും ആ ശിക്ഷ നടപ്പിലാക്കിയ മറ്റധികാരികളും ഒക്കെ ഉൾപ്പെടുന്ന ആ ജനക്കൂട്ടത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നില്ല അത്. അതിനേക്കാൾ കുറെ കൂടെ ആഴവും അർത്ഥവും ഒക്കെ ആ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. കർത്താവിന്റെ ക്രൂശീകരണത്തിൽ ദുഃഖത്തോടെ വീക്ഷിക്കുന്ന അവിടെ ഉണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ അവരുടെ പാപങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് കൂടിയുമായിരുന്നു ആ പ്രാർത്ഥന. തന്റെ ശത്രുക്കളായിരിക്കുന്ന, തന്നെ ക്രൂശിച്ച, തന്നെ ന്യായം വിധിച്ച ന്യായാധിപന്മാർ, ഒറ്റിക്കൊടുത്ത യൂദ അല്ലെങ്കിൽ യഹൂദ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ തന്നെ ആക്രോശിക്കുന്ന ജനക്കൂട്ടം, അവരുടെ മാത്രമല്ല, തന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന, ആ വേദനയോടെ നിലവിളിക്കുന്ന അവരുടെയും കൂടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥന എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. കർത്താവിന്റെ മരണസമയത്ത് അവിടെ നിൽക്കാൻ ധൈര്യമില്ലാതെ ഓടിപ്പോയ ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ പാപങ്ങളുടെ പരിക്ഷമയ്ക്കും കൂടിയായിരുന്നു ആ പ്രാർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോക സ്ഥാപനത്തിന് മുമ്പേ നിശ്ചയിച്ചതാണ് ആ കാൽവറി ക്രൂശിലെ ആ മരണമെന്ന് നമ്മൾ ചിന്തിച്ചുവല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയ ആദം മുതൽ എല്ലാവരുടെയും പാപക്ഷമയ്ക്ക് വേണ്ടിയാണ് ആ പ്രാർത്ഥന യേശു കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് അവിടെ കഴിച്ചത്. അതായത് പഴയ നിയമകാലത്തും അതിനു മുമ്പും ലഭിച്ച വെളിപ്പാടുകൾക്കനുസരിച്ച്, ദൈവിക വെളിപ്പാടുകൾ പല കാലഘട്ടങ്ങളിൽ പലർക്കും ലഭിച്ചിട്ടുണ്ട്. ആ ദൈവിക വെളിപ്പാടുകൾ അനുസരിച്ച് വിശ്വസിച്ച് അനുസരണ കാണിച്ച് സകലരെയും രക്ഷിക്കാൻ ആ പ്രാർത്ഥന മതിയായതാണ്. അവരെല്ലാം പറുദീസയിലുണ്ട്. യേശു കർത്താവിന്റെ കാലത്തും അതിനു മുമ്പും ഉണ്ടായിരുന്നവർ മാത്രമല്ല, പിൽക്കാലത്ത് ജനിച്ച, ഇനി ജനിക്കാനുള്ള എല്ലാ മനുഷ്യർക്കും തങ്ങളുടെ അറിയായ്മയിൽ സംഭവിച്ച എല്ലാ പാപങ്ങളിൽ നിന്നും യേശുവിലും അവൻ ഒരുക്കുന്ന രക്ഷയിലും വിശ്വസിച്ച് വിടുതൽ പ്രാപിക്കാമെന്നുള്ളത് ഈ പ്രാർത്ഥന നമുക്ക് ഉറപ്പു തരുന്നതാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈ ആത്മരക്ഷകനെ കാണേണ്ടതിനായി പരിശുദ്ധാത്മാവ് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രണ്ടാമത്തെ മൊഴി എന്താണെന്ന് പരിശോധിക്കാം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഈ മൊഴിയുടെ സന്ദർഭം നമുക്കറിയാമല്ലോ. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ വേറെ 2 കുറ്റവാളികളെ കൂടി അവനോട് കൂടെ ക്രൂശിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിന്റെ പിക്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അതിന്റെ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടും ഉണ്ടാവുമല്ലോ. ആ കുറ്റവാളികളുടെ വിസ്താരത്തെയും അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങളെയും കുറിച്ചൊന്നും ബൈബിളിൽ വിശദീകരണം ഒന്നും തന്നെ കാണുന്നില്ല. അവരുടെ വിചാരണയും വിധി പ്രസ്താവിക്കലും ഒക്കെ നേരത്തെ കഴിഞ്ഞിരിക്കാനാണ് സാധ്യത. കർത്താവായ യേശു ക്രിസ്തുവിനാണ് തലേന്ന് രാത്രിയിൽ പിടിച്ച് രാത്രി മുഴുവൻ വിചാരണ നടത്തി പിറ്റേന്ന് രാവിലെ കൊണ്ട് ക്രൂശിക്കുന്നു വന്നത്. എന്നാൽ ഈ 2 പേരുടെ വിചാരണയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്ന വിധിയൊക്കെ പ്രഖ്യാപിച്ച് അവരുടെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കാം. അങ്ങനെ ആയിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യേശു കർത്താവിനെ നടുവിൽ ക്രൂശിച്ചവർ അല്ലെങ്കിൽ നടുവിലെ ക്രൂശിച്ചതിലൂടെ വാഗ്ദത്ത മിശിഹായെ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പരിഹസിക്കാനുള്ള ഒരവസരം കൂടി കണ്ടെത്തുകയായിരുന്നു. ആ നിലയിൽ ആ 2 പേരെയും കൂടെ ആ കൂട്ടത്തിൽ ക്രൂശിച്ചു. ഒരു കർത്താവിനെ ക്രൂശിക്കാനായിട്ട് പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള 2 പേരെയും കൂടെ വിധി കാത്തു നിൽക്കുന്ന 2 പേരെയും കൂടെ ആ കൂട്ടത്തിൽ ക്രൂശിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഈ 2 പേരെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ദുഷ്പ്രവർത്തിക്കാർ എന്നും മത്തായിയുടെയും മർക്കോസിന്റെയും സുവിശേഷത്തിൽ കള്ളന്മാരും എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലയാളം തർജ്ജമയിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ചില ഇംഗ്ലീഷ് തർജ്ജമകളിൽ കള്ളന്മാർ എന്നതിന് പകരം കൊള്ളക്കാർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആ റോമൻ ഭരണത്തെയും ആ കാലത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ
ഇത്തരം കൊള്ളക്കാരെ അല്ലെങ്കിൽ കള്ളന്മാരെയൊക്കെ അപൂർവമായിട്ട് മാത്രമേ ക്രൂശിച്ചിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു കള്ളം ചെയ്യുന്നതിന് ക്രൂശിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിലയിലൊന്നും സംഭവിക്കുകയായിരുന്നില്ല. അതിനാൽ അവർ നിസ്സാരരോ സാധാരണക്കാരായോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അങ്ങനെയുള്ള കുറ്റവാളികളാകാൻ സാധ്യതയില്ല. അവർ വളരെ ഉയർന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറ്റവാളികളാണ്, വളരെ ഉയർന്ന. കാരണം അങ്ങനെയുള്ളവർ മാത്രമേ അവർ ക്രൂശിക്കുകയുള്ളൂ. ക്രൂശിൽ കിടക്കുമ്പോൾ അവർ അത് അംഗീകരിക്കുന്നുണ്ട്, അവർ തന്നെ അത് പറയുന്നതും തുടർന്നുള്ള വാക്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന് യോഗ്യതയുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവരുടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കലാപമോ രാജ്യദ്രോഹമോ അങ്ങനെയുള്ള ആ നിലയിലുള്ള വിനാശകരമായിരുന്നിരിക്കാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. ഒരുപക്ഷെ റോമാക്കാർ അവരുടെ ഭരണത്തിന് ഒരു ഭീഷണിയായി അതിനെ കണക്കാക്കുന്നതിനാലായിരിക്കാം ഇത്രയും കഠിനമായ ഒരു ശിക്ഷ ആ രണ്ട് ദുഷ്പ്രവൃത്തിക്കാർക്ക് അവിടെ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ യേശു കർത്താവിന്റെ ക്രൂശ് മരണവും വിചാരണയും പിടിക്കുന്നതും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ യേശു കർത്താവിന്റെ വിചാരണ യെരുശലേമിനെ ഒരു വിധത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ രാത്രിയാണ് സംഭവിച്ചത്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കൂട്ടങ്ങളും മതപ്രമാണികളും ന്യായാധിപന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഒരു വലിയ സംഭവവിപുലമായ ഒരു രാത്രിയായിരുന്നു അതെന്ന് നമുക്കറിയാമല്ലോ. യഹൂദ്യ നാട് ഭരിച്ചിരുന്ന പൊന്തിയോസ് പീലാത്തോസ്, ഗലീലയുടെ ഭരണാധികാരിയായിരുന്ന ഹെരോദാവ്, മഹാപുരോഹിതന്മാരായിരുന്ന ഹന്ന, കയ്യഫ, കൂടാതെ വലിയൊരു കൂട്ടം യഹൂദന്മാരും ഒക്കെ ആ വിധി പ്രഖ്യാപിക്കുന്നതിൽ സ്വാധീനിച്ചു എന്നുള്ളത് ആ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാതൊരു കുറ്റവും ചെയ്യാതിരുന്ന യേശു കർത്താവിനെ ക്രൂശിക്കേണ്ടതിന് വലിയ നിർബന്ധ ബുദ്ധിയോടുകൂടെ യഹൂദ മത നേതൃത്വവും ജനങ്ങളും ഒരുപോലെ ഇടപെട്ടതിനാലാണ് ഒരു കുറ്റവും ചെയ്യാത്ത യേശുവിന് ആ ശിക്ഷ വിധിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ വളരെ കുപ്രസിദ്ധരായ രണ്ട് കുറ്റവാളികളായിരുന്നു യേശുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ട ആ രണ്ടു പേരും എന്ന് അനുമാനിക്കാം. കാരണം ഒത്തിരി നിർബന്ധങ്ങൾ കൊണ്ട്, ഒത്തിരി ഇടപെടലുകൾ കൊണ്ട്, അധികാരത്തിന്റെ ഒക്കെ ദുർവിനിയോഗം കൊണ്ടാണ് യേശു കർത്താവിന് ഒരു ക്രൂശ് മരണം അവിടെ അത് നേടിയെടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം സ്വാഭാവികമായി കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ഈ രണ്ട് കുറ്റവാളികൾ വളരെ കുപ്രസിദ്ധരായ, വളരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള രണ്ട് കുറ്റവാളികൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച പോലെ ക്രൂശീകരണത്തിൽ മരണം സംഭവിക്കുന്നത് വളരെ സമയമെടുത്തിട്ടാണെന്നും കൂടാതെ ആ സമയം മുഴുവൻ അവർ ആ വേദന സഹിച്ചുകൊണ്ട് ആ ക്രൂശിൽ തന്നെ ആയിരിക്കും എന്നുള്ളതും നമ്മൾ ചിന്തിച്ചതാണ്. തങ്ങളുടെ കൈകാലുകളിൽ തറയ്ക്കപ്പെട്ട ആണികളും അവരെ ക്രൂശിച്ച ആ കുരിശ്, അത് കുരിശ് നിലത്തി മരണത്തിൽ കിടത്തി അതിന്മേൽ അവരെ കിടത്തി കൈകളിൽ കാലുകളിൽ ഒക്കെ ആണിയടിച്ച് അതിനുശേഷം അവരെ ആ കുഴിയിലേക്ക്, കുരിശിന് വേണ്ടി നാട്ടാൻ ഉപയോഗിക്കുന്ന ആ കുഴിയിലേക്കൊക്കെ അല്ലെങ്കിൽ കുരിശ് നിവർത്തി അങ്ങോട്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ ആ കുലുക്കമൊക്കെ അതിവേദനയ്ക്ക് കാരണമാകും. അങ്ങനെ വലിയ അതിവേദന സഹിച്ചുകൊണ്ടാണ് ഇവർ ഈ കുരിശിലായിരിക്കുന്നത്. സാധാരണയായി വലിയ കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ അവർ നിമിത്തം യാതന അനുഭവിച്ചവർ, അതായത് അവരെ ശിക്ഷിക്കാനായി ശ്രമിച്ചവർ, കാരണം നമുക്കറിയാലോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കൊക്കെ ഇരയായി തീരുന്നവർ, ആ കുറ്റകൃത്യം ചെയ്തവരെ നീതിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ, കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരാൻ, ഏറ്റവും ഉയർന്ന ശിക്ഷ മേടിച്ചു കൊടുക്കുവാനൊക്കെ അതിനുവേണ്ടി വാദിക്കുകയും ശ്രമിക്കുന്ന ഒക്കെ നമ്മൾ പേപ്പറുകളിലൊക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ അങ്ങനെ ആ യാതന അനുഭവിച്ചവർ, ഇവർ നിമിത്തം യാതന അനുഭവിച്ചവർ ആ ശിക്ഷ നടപ്പാക്കുന്ന സമയത്ത് വന്ന് അവരെ പരിഹസിക്കുകയും ശപിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചെയ്യാറുണ്ട്, അതൊക്കെ നമുക്ക് കാണാറുണ്ട്. ചിലരുടെയൊക്കെ വിധികളൊക്കെ വരുമ്പോൾ അവരുടെ അഭിമുഖങ്ങളൊക്കെ നമ്മൾ പേപ്പർ വായിക്കുന്നത് പോലെ അന്നും അത് സംഭവിച്ചിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും അതുപോലെ തന്നെ വന്ന് ആ ക്രൂശിനെ ചുറ്റും നിന്നുകൊണ്ട് യേശുവിനെ പരിഹസിച്ചു. നോക്കുക, ഇവിടെ ഈ കള്ളന്മാരുടെ അവരുടെ ആ ക്രൂശീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അതിനുവേണ്ടി പിന്നിൽ നിന്നവർ അല്ലെങ്കിൽ അതിന്റെ ചുമതലപ്പെട്ടവർ മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചു. നമുക്കൊരു വലിയ ജനക്കൂട്ടമുണ്ട്, മത നേതൃത്വമുണ്ട്, പുരോഹിതന്മാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രമാണിമാരുണ്ട്, അവരുടെ പട്ടാളം, അങ്ങനെയുള്ള പലരുമുണ്ട്. ഇതെല്ലാം വന്ന് ആ ക്രൂശിന് ചുറ്റും നിന്നുകൊണ്ട് യേശുവിനെയും പരിഹസിച്ചു എന്നുള്ളത് ആ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 42-43 വാക്യങ്ങളിൽ നമുക്കത് അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിന് അല്ലെങ്കിൽ ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രനെന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറയും. അതൊക്കെ ഒരു പരിഹാസത്തിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊക്കെ ദൈവവചനമായി ഇന്ന് നമുക്ക് ആശ്വാസമാണ്, നമുക്ക് ധൈര്യമാണെങ്കിലും അന്ന് അവർ ഇതെല്ലാം ഉച്ചരിക്കുന്നത് വലിയ പരിഹാസത്തോടു കൂടി തന്നെയായിരുന്നു. അല്പസമയം കഴിഞ്ഞിട്ട് ഈ ചുറ്റും നിന്ന് ജനങ്ങൾ ആക്രോശിക്കുന്നത്, പരിഹസിക്കുന്നത്, വിമർശിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് അല്പസമയം കഴിഞ്ഞിട്ട് ക്രൂശിക്കപ്പെട്ട ഈ അതിവേദനയിലായിരിക്കുന്ന ആ രണ്ട് ദുഷ്പ്രവൃത്തിക്കാരും യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി. നോക്കുക, അതിവേദനയിലായിരിക്കുന്ന അവരുടെ പരിഹാസം തീർച്ചയായും കഠിനമായ വെറുപ്പിൽ നിന്നും അമർഷത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നുമായിരിക്കാം. അവരുടെ വേദനയിൽ നിന്ന്, നമുക്കൊരു വേദന സഹിക്കുമ്പോൾ നിലവിളിക്ക് ആ
വേദന ഉൾക്കൊണ്ടുകൊണ്ട് നിലവിളിക്കുകയാണ് സാധാരണ ഇത് ചെയ്യുന്നത്. അവർ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ അമർഷവും വെറുപ്പും വൈരാഗ്യം കൂടെ അത് പുറത്തെടുക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആശ നശിച്ച ദുഷ്ടന്മാർ പല്ല് കടിച്ച് ഉരുകിപ്പോകുമെന്ന് സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെയായിരുന്നു അവരുടെ മനോഭാവം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഈ രണ്ട് കുറ്റവാളികൾ ഒരാൾ പിന്നീട് മാനസാന്തരപ്പെട്ടെങ്കിലും അവരുടെ ആദ്യം ഉണ്ടായിരുന്ന മനോഭാവം അത് ന്യായവിധി നാളുകളിൽ നിത്യശിക്ഷാവിധിയിലേക്ക് പോകുന്ന സകലരിലും വെളിപ്പെടുന്ന ഭാവം തന്നെയാണ്. അവിടെ അവർ കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ പരിഹസിക്കാനും ദൈവത്തിന്റെ മഹത്വത്തെ വെറുപ്പോടെ ഉച്ചരിക്കുവാനും ശപിക്കുവാനും ഒക്കെ തുനിഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകുന്ന അതിനെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിൽ രണ്ട് കുറ്റവാളികളും യേശുവിനെ പരിഹസിച്ചു. അല്പം കഴിഞ്ഞ് അവരിൽ ഒരാൾ മാത്രം യേശുവിനെ പരിഹസിക്കുന്നത് തുടർന്നു എന്നുള്ളത് തുടർന്നുള്ള ആ വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ രണ്ടാമനതിൽ അല്ലെങ്കിൽ അങ്ങനെ പരിഹസിച്ചതിൽ പശ്ചാത്തപിച്ച് അതിൽ ഒന്നാമനെ ശാസിച്ചത് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങളിൽ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവിന്റെ നേരെ തന്റെ തല തിരിച്ചുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവനെ അവനോട് തിരുത്താൻ ശ്രമിച്ചിട്ട് തിരിച്ചവന്റെ തല തിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. ഒരു പ്രാർത്ഥനയായിരുന്നു അത്. ആ പ്രാർത്ഥനയുടെ ആഴം എന്തായിരുന്നു, അത് എത്രമാത്രം ഉള്ളിൽ നിന്നുള്ളതായിരുന്നു. അടുത്ത കർത്താവിന്റെ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലപ്പോഴും കർത്താവ് മറുപടി പറയുന്നില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ താമസം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ മറുപടി ആ നിമിഷത്തിന്റെ മറുപടി വരുമ്പോൾ അതിന്റെ ആഴം മാത്രം ആത്മാർത്ഥതയുടെ ആയിരുന്നു ആ മനുഷ്യനോട് പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതിന് മറുപടി യേശുവിനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നോക്കുക, എത്ര മനോഹരമായ, എത്ര വളരെ ചിന്തനീയമായ ഒരു ഉത്തരമാണ് അവനവിടെ ലഭിക്കുന്നത്. എത്ര പ്രത്യാശ നിർഭരമായ ഒരു വാക്തത്വമാണ് ലഭിക്കുന്നത്. എത്രയോ ക്രിമിനൽ പശ്ചാത്തലമുള്ള, എത്രയോ എല്ലാവരാലും വെറുക്കപ്പെട്ട് അവന്റെ ക്രൂശീകരണം അല്ലെങ്കിൽ അവന്റെ ക്രൂശീകരണം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലാതിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് അവന് കിട്ടിയിരിക്കുന്ന ആ മറുപടി എത്ര മനോഹരമാണ്. യേശുവിന് ഒരു രാജ്യമുണ്ടെന്ന് ഇതിനകം ഈ കുറ്റവാളിക്ക് എങ്ങനെയോ മനസ്സിലായി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഒരുപക്ഷെ യഹൂദന്മാരുടെ രാജാവ് എന്ന ആ കുരിശിലെ മേലെഴുത്തിൽ നിന്നായിരിക്കും അവൻ അത് ഗ്രഹിച്ചത്. ഏകദേശം 3 ഭാഷകളിൽ അത് അവിടെ രേഖപ്പെടുത്തിയത് നമുക്ക് അവിടെ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മത നേതാക്കളും മറ്റു പ്രമാണികളും ഒക്കെ ആ മേലെഴുത്ത് വായിച്ച് യേശുവിനെ പരിഹസിക്കുന്നതും അവർ കേട്ടിട്ടുണ്ടാവും. ആ എഴുത്തുകളെ വായിച്ച് പിന്നെയും നോക്കുക, അത് വായിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പരിഹസിക്കുന്നതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നാൽ യേശുവിൽ വിശ്വസിക്കാം എന്ന് പരിഹസിച്ച് പറയുന്നത് കേട്ട് യേശു കർത്താവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കി, അവൻ അത് ഗ്രഹിച്ചു, അവന്റെ ആത്മാവിന് അതിൽ ഉൾക്കൊണ്ടു എന്ന് നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ കഴിയും. നോക്കുക, ഇവിടെ പരിഹസിക്കാനായി എഴുതി വെച്ച ആ ക്രൂശിലെ മേലെഴുത്ത് ഒരു മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വലിയ കുറ്റവാളിയുടെ മാനസാന്തരത്തിന് കാരണമായി തീർന്നു എന്ന് നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നുണ്ട്. ഒരു വാക്ക് മാത്രം, യേശു യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള ഒറ്റ വാക്ക്, അത് അവന്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരത്തിനും ദൈവഗൗരവം പ്രാപിപ്പാനും കാരണമായി. ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ചെയ്തെടുക്കുന്ന അത്ഭുത പ്രവർത്തികൾ ഇന്നും അനുസരിക്കുന്നവരിലും ആഗ്രഹിക്കുന്നവരിലും സംഭവിക്കുന്നുള്ള ഒരു വലിയ തെളിവാണ്. ആരൊക്കെ അനുസരിക്കുവാൻ തയ്യാറാകുന്നോ, ആരൊക്കെ ആഗ്രഹിക്കാൻ തയ്യാറാകുന്നുണ്ടോ, അവരുടെ ഒരു വലിയ അത്ഭുതത്തിന് ഈ ദൈവവചനം അല്ലെങ്കിൽ അവരെ ജീവിപ്പിക്കുവാൻ തക്കതായ ശക്തിയുള്ളതാണ് ഈ ദൈവവചനം എന്നുള്ള സത്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എവിടുന്നോ ലഭിച്ച ലഘുലേഖകൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ച സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചെറിയൊരു വാക്ക് മാത്രം അവരുടെ ഹൃദയത്തിൽ അവരുടെ നിരാശയ്ക്ക് ഉത്തരം എന്ന നിലയിൽ അത് പ്രവർത്തിച്ച് അവിടെ നിന്ന് അന്വേഷിച്ച് ഈ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ അനുയായികളായി മാറി അനേകരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നടക്കുന്നത് ഇത് ജീവിപ്പിക്കുന്ന ദൈവവചനമായി തീർന്നുകൊണ്ടാണ്. ഇവിടെ യേശുക്രിസ്തു ഈ മാനസാന്തരപ്പെട്ട വ്യക്തിക്ക് വാഗ്ദാനം ചെയ്ത പറുദീസ ധനവാന്റെയും ലാസറിന്റെയും കഥയുടെ പശ്ചാത്തലത്തിൽ നിത്യമായ സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഞാൻ ആ പറുദീസയെ കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് വേദപുസ്തക ചരിത്ര അല്ലെങ്കിൽ വേദപുസ്തക പണ്ഡിതന്മാരൊക്കെ കുറെ കൂടെയൊക്കെ വിശദമായ പേരുകളും പല നിലകളിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ അത്രയും
ആഴത്തിലേക്ക് ഒന്നും പോകാനാകുന്നില്ല. ഇവിടെ ഒരു നിത്യമായ സന്തോഷവും അനുഗ്രഹവുമുള്ള ഒരു സ്ഥലത്തെ, ദൈവത്തോട് കൂടെയുള്ള സ്ഥലത്ത്, എന്നോടുകൂടെ പർദീസയിൽ എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടെയുള്ള ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ മാനസാന്തരപ്പെട്ട ഈ കുറ്റവാളിയുടെ കാര്യത്തിൽ സ്നാനപ്പെട്ടിട്ടില്ല, സഭയുടെ ഏതെങ്കിലും ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ അങ്ങനെ ഒന്നുമില്ലാതെ, അതൊന്നും കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൽപ്രവർത്തികൾ, നമ്മൾ പലരും പറയുന്നുണ്ട് നല്ല ജീവിതം നയിക്കണം, നല്ല സൽപ്രവൃത്തികൾ ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണം, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൽപ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ ഒരു അവസരവുമില്ലാതെ, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെയാണ് അവൻ രക്ഷിക്കപ്പെട്ടത്. അവൻ അല്ലെങ്കിൽ ആ വലിയ ആ വാഗ്ദത്തത്തിന് അവൻ, അല്ലെങ്കിൽ ആ പദവി അവന് ലഭിച്ചത്. അവൻ ആ നിമിഷത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടു. അന്ന് ആ മരണം ദിവസം തന്നെ അവൻ പർദീസയിലേക്ക് പോയി. അന്ന് തന്നെ അവൻ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. നോക്കുക, വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ വാദിക്കുന്നത് പോലെ അതിനൊരു കാത്തിരിപ്പില്ല, വേറെ ഏതെങ്കിലും ഒരു ശുദ്ധീകരണ സ്ഥലവുമില്ല. അന്ന് തന്നെ ആ നിമിഷത്തിൽ തന്നെ കർത്താവിനോട്, അവന്റെ ജീവൻ വിട്ട നിമിഷത്തിൽ തന്നെ കർത്താവ് ആദ്യമേ മരിച്ചു, പിന്നീട് അവന്റെ ജീവൻ, പിന്നീട് അവന്റെ കാലുകളെ അടിച്ചൊടിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചാണല്ലോ. അങ്ങനെ ആ കാലുകളെ അടിച്ചൊടിച്ച് അവന്റെ ജീവനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അവനെ കൊന്നതിന് ശേഷം ആ നിമിഷത്തിൽ തന്നെ അവൻ കർത്താവിനോട് പർദീസയിലേക്ക് അവൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു സാധ്യത കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയട്ടെ. അവൻ അന്നും മരിക്കാതെ പിന്നെയും ജീവിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവന്റെ കാലുകൾ അവനെ ഇറക്കി വിട്ട് അവന് ജീവിക്കാൻ ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ അവന് സ്നാനമേൽക്കുകയും ദൈവികത പ്രകാരമുള്ള മറ്റുള്ള സൽപ്രവൃത്തികളൊക്കെ ചെയ്യുമായിരുന്നു. അതിന് തക്കത് ആ ഒരു മാനസാന്തരമായിരുന്നു അവന്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ അവയില്ലാതെ തന്നെ അവൻ രക്ഷിക്കപ്പെട്ടു. പാപമോചനവും രക്ഷയും മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ദൈവകൃപയാൽ ലഭിക്കുന്ന എന്നുള്ള ആ വലിയ സത്യത്തെയാണ് ഈ സംഭവവും ഈ ക്രൂശിലെ മൊഴിയും അല്ലെങ്കിൽ നമുക്ക് വെളിവാക്കി തരുന്നത്, അല്ലെങ്കിൽ നമ്മെ അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവകൃപ പ്രാപിക്കാൻ കഴിയുന്ന ഏക മാർഗം യേശുക്രിസ്തു മാത്രമാണ്. അതിന് പുറത്ത് വേറെ ഒന്നില്ല എന്നുള്ള ഒരു വലിയ സത്യം കൂടിയാണ് ഈ മൊഴിയും, അല്ലെങ്കിൽ ഈ ക്രൂശിലെ ആ കള്ളന്റെ പ്രാർത്ഥനയും അതിനുള്ള കർത്താവിന്റെ മറുപടിയും. നശിച്ചു പോകാനുള്ള ഈ ലോകത്തിലെ നമ്മുടെ എല്ലാവരുടെയും ഏക പ്രത്യാശയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തിന്റെ മുന്നിൽ മാനസാന്തരപ്പെട്ട ആ വ്യക്തിയുടെ പേരിലുള്ള കുറ്റങ്ങൾ ഒന്നും തന്നെ റദ്ദ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കറിയാം, അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. അവന്റെ ശിക്ഷ മാറ്റിയിട്ടില്ല. ആ ശിക്ഷ പ്രകാരം തന്നെ അവന്റെ ശിക്ഷ അത് നടപ്പിലാക്കി അവനെ ക്രൂശിച്ച് കൊന്നു, അവനെ അടക്കി. ഇപ്പോഴും ആ രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഒരു കുറ്റവാളിയായി അവന്റെ മേൽ ശിക്ഷ വിധിച്ചു എന്ന് എഴുതപ്പെട്ട ആ രേഖകൾ ഇന്നും ആ ആർക്കൈവ്സിൽ അവിടെ കാണുമെന്ന് പറയുന്ന പോലെ ആ രേഖകളൊന്നും, അല്ലെങ്കിൽ ആ കുറ്റങ്ങളൊന്നും റദ്ദ് ചെയ്തിട്ടില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മളും ആ പറുദീസയിൽ, അതായത് ദൈവസന്നിധിയിൽ എത്തുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരും നമ്മളെ തങ്ങളുടെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും ഉത്തേജിപ്പിച്ച അനേകം ഭക്തന്മാരുടെ കൂട്ടത്തിൽ അവനും ഉണ്ടാകും. അവനെയും നമ്മൾ ആ കൂട്ടത്തിൽ വിശുദ്ധനായി, ദൈവത്തിന്റെ ശ്രേഷ്ഠനായി, പ്രിയനായി നമുക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു വലിയ സത്യം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ആദ്യ ഫലം തന്നെയായിരുന്നു ആ മാനസാന്തരം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഫലത്തിൽ അവിടെ തന്നെ അതിന്റെ ഉറപ്പ് ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തെയും ദൈവഹിതത്തെയും അറിയാത്ത നാളുകളിലെ എല്ലാ പാപങ്ങളും അവിടെ വെച്ച് ക്ഷമിക്കപ്പെട്ടു. ലോകത്തിന് മുന്നിൽ ഏറ്റവും കഠിനമായ ശിക്ഷ വിധിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജീവൻ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ആ ശിക്ഷ നടപ്പിലാക്കാൻ തുടങ്ങി നിരാശയോട് മരണത്തെ മുന്നിൽ നോക്കിക്കാണുന്ന ആ മനുഷ്യനോട്, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് പറയുന്ന ലോകരക്ഷകന്റെ ആ വലിയ വാഗ്ദാനം എത്ര പ്രതീക്ഷ നൽകുന്നതാണ്, എത്രമാത്രം ആശ്വാസമേകുന്നതാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നവർ ഈ ലോകത്ത് നിന്ന് മരണമുഖേന വേർപെടുന്ന ആ നിമിഷം തന്നെ ക്രിസ്തുവിനോട് ചേരുകയാണെന്നുള്ള ഒരു സത്യത്തെ കൂടി അത് വെളിപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ മൊഴിയിലൂടെ രണ്ടാമത്തെ മൊഴി ആണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചത്. ഇനി നമുക്ക് ആ മൂന്നാമത്തെ മൊഴിയിലേക്ക് കടന്നു വരാം. ആ മൂന്നാമത്തെ മൊഴിയിൽ ഇങ്ങനെയാണ്: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ 26-ാമത്തെ വാക്യത്തിലും 27-ാമത്തെ വാക്യത്തിൽ ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന രണ്ട് പ്രസ്താവനകളാണ് യേശു കർത്താവിന്റെ ക്രൂശിലെ മൂന്നാമത്തെ മൊഴിയായിട്ട് പരിഗണിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ രണ്ട് പ്രസ്താവനകളാണെങ്കിലും ഇതിനെ ഒന്നായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ചാണല്ലോ. എന്നാൽ ഈ വാക്യങ്ങൾ, ഈ രണ്ട് പദങ്ങൾ, സ്ത്രീയെ ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന ഈ രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് വാചകങ്ങൾ പല നിലയിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാചകമാണ്. ഒത്തിരി ദുർവ്യാഖ്യാനങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടായിട്ടാണ്. ചിലർ സ്വന്തം അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നതിലെ ബഹുമാനമില്ലായ്മയും, അതുപോലെ തന്നെ മറ്റു ചിലർ യോഹന്നാനെ ഏൽപ്പിക്കുന്നതിലൂടെ മറിയ സകലരുടെയും മാതാവ് എന്ന നിലയിൽ, ലോക മാതാവായി അല്ലെങ്കിൽ എന്ന നിലയിലൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. രണ്ട് നിലയിൽ, ഒന്ന് ബഹുമാനമില്ലായ്മയെ കുറ്റപ്പെടുത്താറുണ്ട്, മറ്റത് ഇങ്ങനെ ഏൽപ്പിക്കുന്നതിലൂടെ അതൊരു ലോകത്തിന്റെ സകലരുടെയും മാതാവാക്കി അവിടെ ഏൽപ്പിക്കുകയാണെന്നൊക്കെ
അങ്ങനെയുള്ള വാദങ്ങളൊക്കെ നമ്മൾ ചുറ്റി കേൾക്കാറുണ്ട്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ തന്നെ നമുക്ക് അതങ്ങനെ കാണാറുണ്ട്. ക്രൂശിതനായ യേശു ക്രിസ്തു തന്റെ അമ്മയോടും തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനോടും പറഞ്ഞ ഈ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ്, വേറൊരു സുവിശേഷത്തിലില്ല. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ മൊഴി നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വേദഭാഗത്ത് താൻ സ്നേഹിച്ച ശിഷ്യൻ എന്നല്ലാതെ കൃത്യമായ പേര് പെടുത്തിയിട്ടില്ലാത്തതിനാൽ അത് യേശു സ്നേഹിച്ച ബെഥാനിയിലെ മാർത്ത, മറിയ, ലാസർ കുടുംബത്തിലെ ലാസർ ആയിരിക്കുമെന്നും അഭിപ്രായപ്പെടുന്ന വേദപഠിതാക്കളുണ്ട്. യോഹന്നാൻ ആയിരിക്കില്ല, ലാസർ ആയിരിക്കുമെന്ന് അങ്ങനെയുള്ള ഒരു അഭിപ്രായവും ഈ അല്ലെങ്കിൽ വേദ പഠനങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കുന്ന ആൾക്കാരുടെ ഇടയിലുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് അവസാന 3-4 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യോഹന്നാൻ തന്നെ അവതരിപ്പിക്കുന്നത് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പേരിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം അത് യോഹന്നാൻ തന്നെയാണെന്ന് നമുക്ക് ആ നിലയിൽ അത് മനസ്സിലാക്കാൻ കഴിയും. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ 3-ാമത്തെ മൊഴിയിലൂടെ യേശു തന്റെ അമ്മയെ സ്ത്രീ എന്നാണ് സംബോധന ചെയ്തത്. ഞാൻ ആദ്യം അത് പറഞ്ഞല്ലോ, അതൊരു ബഹുമാനമില്ലായ്മയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു രീതിയിലാണെന്നുള്ളത്. അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതിനു മുമ്പ് കാനാവിൽ വെച്ച് നടന്ന വിവാഹത്തിൽ യേശുക്രിസ്തു ഉപയോഗിച്ചതും അവിടെ ഒരു അത്ഭുതം നടന്നു. അവിടെയും കർത്താവ് മറിയെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച പദം ഇതേ പദം തന്നെയായിരുന്നു. അവിടെയും സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വിരുന്നിന് വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് വന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അതിന് മറുപടിയായി യേശു കർത്താവ് മറിയോട് പറഞ്ഞത് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറിയ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരോട് യേശു എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി എന്നാണ് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ മറിയ തന്നോട് ദൂതൻ അറിയിച്ചതും ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കാനാവിലെ കല്യാണ സമയത്ത് ചെല്ലുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്നാനം വിട്ട് ചില ദിവസങ്ങളോ ചില ആഴ്ചകളെ ആയിട്ടുള്ളൂ. ആ സ്നാനമേറ്റ് പരസ്യ ശുശ്രൂഷയെ ശിഷ്യന്മാരെ ശേഖരിച്ചുകൊണ്ട് തന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന ആരംഭ സമയമാണ്. അങ്ങനെ സ്നാപക യോഹന്നാൻ അങ്ങനെ ആ പരസ്യമായ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ശുശ്രൂഷിക്കുന്നതൊക്കെ കണ്ടിട്ട് മറിയ അങ്ങനെയൊക്കെ ആ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുള്ളത് കൊണ്ട് ദൂതൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ കർത്താവിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് യേശുവിനോട് അങ്ങനെ ചോദിച്ചതായിരിക്കാനാണ് സാധ്യത. അവിടെ സ്വന്തം അമ്മയെ സ്ത്രീ എന്ന സംബോധന ചെയ്യുന്നത്, അങ്ങനെ ആ രീതിയിൽ അങ്ങനെ അഭിസംബോധന ചെയ്ത് പറയുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അപമര്യാദയെ കണക്കാക്കുന്ന ഒരു പദം തന്നെയാണ്. നമുക്കൊരു അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നമ്മുടെ സംസ്കാരങ്ങൾ വെച്ച് നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളൊക്കെ വെച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദം തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തു കാനായിലും അതുപോലെ തന്നെ കുരിശിലും ഒക്കെ ആയിരുന്നപ്പോൾ ഉപയോഗിച്ച് അവരുടെ മാതൃഭാഷയായ അരാമിക് ഭാഷയിൽ ഇത് ബഹുമാനമായി കാണുന്ന ഒന്നായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ആ നിലയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. അതുകൂടാതെ സുവിശേഷങ്ങളിൽ മുഴുവൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യേശു മറിയെ അമ്മ എന്ന് സംബോധന ചെയ്ത് വിളിച്ച് എവിടെയും കാണുന്നില്ല. അതൊരു ശ്രദ്ധേയമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്ന അങ്ങനെ ഒരു പദമില്ല. ആകെ സംബോധന ചെയ്യുന്നത് ഈ പറയുന്ന 2 പദങ്ങൾ, സ്ത്രീയെ എന്ന് പറയുന്ന ഈ 2 സന്ദർഭങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കനാവിലെ ഈ വലിയ അത്ഭുത പ്രവൃത്തിയോടുകൂടി ദൈവത്തിനും ഇസ്രായേലിന്റെ മശിഹായും കർത്താവുമായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയായിരുന്നു എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. നസറേത്തിലെ ഭവനത്തിൽ വെച്ച് യേശുവിനും മറിയയുമായി ഉണ്ടായിരുന്ന ബന്ധം ക്രമേണ അത് പ്രസക്തമല്ലാത്തതായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ ഒരു മകനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ താൻ വളർത്തി അവന് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്ത് അവനൊരു യുവാവായി അതിനുശേഷം പിന്നീട് യോർദാനിൽ പോയി സ്നാനമേറ്റ് തന്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ബന്ധത്തിന് അതിനൊരു പ്രസക്തമില്ലാത്തതുപോലെ അവൻ പറയുന്നുണ്ട്. കർത്താവ് പറയുന്ന വാക്കുകളൊക്കെ നമുക്കുണ്ടല്ലോ, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്നൊക്കെ പറയുന്ന ആ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. ആ നിലയിലേക്കൊക്കെ ആ ഭവനത്തിൽ നിന്ന് കർത്താവ് മാറിപ്പോയിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മറിയയ്ക്ക് അമ്മ എന്ന നിലയിൽ കർത്താവിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് ആ വീഞ്ഞിന്റെ കാര്യത്തിൽ മറിയോട് അങ്ങനെ പറയുവാൻ ഇടയായത്. നമുക്ക് പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രസ്താവന നമുക്ക് കാണാൻ കഴിയുന്നത്, മിസ്രൈമിൽ വെച്ച് യോസഫ് തന്റെ പിതാവിനെ കുറിച്ച് സഹോദരന്മാരോട് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ പറയുന്ന ഒരു സന്ദർഭം, വൃദ്ധൻ എന്ന് തന്റെ പിതാവിനെ സംബോധന ചെയ്യുന്നുണ്ട്. ഈ പുതിയ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് കുശല പ്രശ്നം ചെയ്ത്, നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ സൗഖ്യമായിരിക്കുന്നു, അവൻ ജീവനോടിരിക്കുന്നു എന്ന് ചോദിക്കുന്നത് നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്.
മടങ്ങി വരുമ്പോൾ ഇവിടെ സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ ഒരു ബഹുമാനത്തിനപ്പുറം, അല്ലെങ്കിൽ ബഹുമാനം അതിനേക്കാളൊക്കെ അപ്പുറം അവളുടെ ക്ഷേമത്തിനായുള്ള, തുടർന്നുള്ള അവളുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതിനായിട്ടുള്ള ആ സ്നേഹവും ഉത്കണ്ഠയും ഒക്കെ പ്രകടിപ്പിക്കുകയായിരുന്നു. ഈ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് അവളുടെ കാര്യം എന്താവും എന്നുള്ള അതിനുള്ള ഒരു സ്നേഹവും ഉത്കണ്ഠയും ഒക്കെ പ്രകടിപ്പിക്കുകയായിരുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി കാനാവിലായാലും കുരിശിലായാലും യേശു തന്റെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തപ്പോഴൊക്കെ, അല്ലെങ്കിൽ ആ വാക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വാക്കുകളിൽ നമുക്ക് തന്നെ കാണാൻ ഒരു ഗാംഭീര്യവും ഒരു ഉയർന്ന ലക്ഷ്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊരു പ്രത്യേകത അതിനോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ വാക്കുകളിലെ ആ ഗാംഭീര്യവും ആ ഉയർന്ന ലക്ഷ്യവും ഒക്കെ മറിയയ്ക്ക് മനസ്സിലായി. മറിയ അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കനാവിൽ വെച്ച് യേശു തന്റെ അമ്മയായ മറിയയെ സ്ത്രീ എന്ന് വിളിക്കുന്നതിലൂടെ രക്തബന്ധത്തിനും ദൈവം അയച്ചവനെന്ന ആ നിലയിലുമുള്ള തന്റെ ശുശ്രൂഷയ്ക്കും ഇടയിലുള്ള ഒരു വേർതിരിവിനെ വരച്ചു കാണിക്കുകയായിരുന്നു. രക്തബന്ധവും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കും തമ്മിലുള്ള ആ വേർതിരിവിനെയാണ് അവൻ എടുത്തു കാണിച്ചിരുന്നത്. ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തുവിനെ ദൈവം അയച്ചതാണെന്ന നിലയിൽ മറിയ യേശുവിന്റെ അമ്മ എന്ന പദവിയേക്കാൾ യേശു കർത്താവിന്റെ അനുയായി എന്ന നിലയിലാണ് ഈ വേദഭാഗം വെളിപ്പെടുത്തുന്നത്. യേശുവിന്റെ അമ്മ എന്നതിനേക്കാൾ അവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ ആ ഒരു സന്ദേശം കൈമാറാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവിന്റെ ഒരു അനുയായി, അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലുള്ള ആണ് മറിയയുടെ കാണുന്നത്. അതാണ് ആ വേദഭാഗം വെളിപ്പെടുത്തുന്നത്. മറിയയ്ക്ക് അത് മനസ്സിലാകുകയും ചെയ്തു. അതിനാൽ അവൾ ദാസന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ് അവൾ ആ സന്ദർഭം വിട്ടുപോകുന്നത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു തന്നെ അമ്മയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അതേപോലുള്ള സമാനമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവൻ ഈ ലോകത്തിൽ നിന്ന് പോകാനിരിക്കുകയായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന മരണത്തിലൂടെ അമ്മയുമായിട്ടുള്ള അവന്റെ രക്തബന്ധം അവസാനിക്കുകയാണ്. അതിനുശേഷം അല്ലെങ്കിൽ അവസാനിച്ച ശേഷം അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ നിത്യതയിലെ സ്വർഗത്തിലേക്ക് പോകുന്നു. അതിനാൽ യേശു അവളെ സ്ത്രീ എന്ന അഭിസംബോധന ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത വാക്യത്തിൽ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നതിലൂടെ യേശു കർത്താവ് രക്തബന്ധങ്ങൾക്ക് അതീതമായ ഒരു പുതിയ ബന്ധത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും രക്തബന്ധം ശ്രേഷ്ഠമെന്ന് പറഞ്ഞ് അതിനെയും മുറുകെ പിടിക്കുമ്പോൾ, അതിനുവേണ്ടി നിൽക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെ കുറച്ച് കാണിക്കുകയൊന്നുമല്ല. തീർച്ചയായിട്ടും രക്തബന്ധത്തിന് അതിന്റെ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ മനോഹാരിത ഉണ്ട്. ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അതിനേക്കാൾ അതീതമായ ഒരു പുതിയ ബന്ധത്തെ കൂടെ കർത്താവ് ഈ മൊഴിയിൽ കൂടെ തന്റെ മൂന്നാമത്തെ ഈ മൊഴിയിൽ കൂടെ അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു. അതൊരു ആത്മീയ കുടുംബം എന്ന നിലയിൽ ഒരു പുതിയ ബന്ധുത്വ മേഖലയാണ്. യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് ആ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിലയിൽ, അതായത് ഈ കർത്താവ് ഈ വാക്കുകൾ പറയുന്നതിന് മുമ്പ് മറിയയുടെ വാർദ്ധക്യത്തിൽ അവളെ പരിപാലിക്കേണ്ടുന്ന അങ്ങനെ ഒരു ചുമതല യോഹന്നാൻ ഇല്ലായിരുന്നു. എന്നാൽ പുതിയ ആ മേഖലയിൽ, അല്ലെങ്കിൽ പുതിയ ആ തലത്തിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ യോഹന്നാൻ അതിന്റെ ആ ചുമതല ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. യേശു കർത്താവ് മറിയയെ ഭവനത്തിൽ കൈക്കൊള്ളുന്നതിനും സംരക്ഷണം നൽകുന്നതിനും ഒരു വ്യക്തിയെ ഇവിടെ കണ്ടെത്തുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, മറിയയുടെ ഭർത്താവായ ജോസഫ് ഒരുപക്ഷെ ഇതിനകം മരിച്ചു പോയിരിക്കാം എന്ന് കരുതാവുന്നതാണ്. നമുക്ക് അങ്ങനെ ആ കാര്യത്തിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിക്കേ ഫെറോസ് എന്നൊരു സഭാ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറിയ അപ്പോസ്തലനായ യോഹന്നാനൊപ്പം 11 വർഷം ജെറുസലേമിൽ താമസിച്ചുവെന്നും പിന്നീട് മരിച്ചുവെന്നുമാണ് അവന്റെ ആ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റു ചില സ്രോതസ്സുകൾ പറയുന്നത് മറിയ യോഹന്നാനോടൊപ്പം പിന്നീട് എഫെസോസിലേക്ക് പോയെന്നും അങ്ങനെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലായി യേശുവിന്റെ അമ്മയായ മറിയയെ കുറിച്ച് നമുക്ക് കൂടുതൽ ചരിത്ര രേഖകളോ വേറെ അറിവുകളോ വിവരങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിയയ്ക്ക് യേശുവിനെ കൂടാതെ മറ്റു മക്കൾ ഉണ്ടായിരിക്കെ ക്രൂശിൽ വെച്ച് യേശു അവളെ യോഹന്നാനെ ഏൽപ്പിച്ചതിലൂടെ ഇനി മറിയയ്ക്ക് യേശു കർത്താവുമായിട്ടുള്ള ബന്ധം ഒരു ആത്മീയ ബന്ധമാണെന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കുന്നത്. അവിടെ മറ്റു മക്കളുണ്ടെന്നുള്ളത് പിന്നീട് മറ്റ് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലൊക്കെ തെളിവുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അവരൊക്കെ ഉണ്ടായിരിക്കെ യോഹന്നാനെ വിളിച്ച് യോഹന്നാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇനി യേശു കർത്താവുമായിട്ടുള്ള ബന്ധം, യേശു കർത്താവ് യോഹന്നാനുമായിട്ട് എന്ത് ബന്ധമുണ്ടോ അതേപോലുള്ള ഒരു ആത്മീയ ബന്ധത്തിലേക്കാണെന്നുള്ള ആ കാര്യം കൂടെ അവിടെ വ്യക്തമാക്കുകയായിരുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ദൈവത്തിനുള്ള ആ പദവിയിൽ തന്നെയാണ് മറിയുമെന്നുള്ളത് ഇവിടെ വെളിവാക്കുകയാണ്, ഇവിടെ അറിയിക്കുകയാണ്. മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് തന്റെ മാതാവായ മറിയയുടെ മുമ്പാകെ പ്രത്യക്ഷനായി, അല്ലെങ്കിൽ പ്രത്യേകമായി പ്രത്യക്ഷമായതിനെ കുറിച്ച് ബൈബിൾ വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ ബൈബിൾ അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കറിയാം അനേകരുടെ മുന്നിൽ കർത്താവ് വെളിപ്പെട്ടു, കർത്താവ് പ്രത്യക്ഷമായി എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചാണല്ലോ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് തന്റെ അമ്മയുടെ മുമ്പിൽ പോയി പ്രത്യക്ഷനായി, അല്ലെങ്കിൽ അമ്മയെ പോയി സംസാരിച്ചു എന്നതിനൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബൈബിൾ അതിനെക്കുറിച്ചുള്ള ഒരു തെളിവും നൽകുന്നില്ല. ഒരുപക്ഷെ അനേകർ കൂടിയിരുന്ന് ആ ഇടത്ത് ചിലപ്പോൾ സന്ദർഭങ്ങളിലൊക്കെ കർത്താവ് 500-ലധികം ആൾക്കാർക്ക്
പ്രത്യക്ഷനായി എന്ന് നമുക്ക് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അനേകർ കൂടിയിരുന്ന ഇടത്ത് പ്രത്യക്ഷനായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മറിയയ്ക്കും യേശു കർത്താവിനെ കാണാൻ കഴിഞ്ഞിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. ലോകത്തിൽ നിന്ന് നാം വേർപെടുമ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ രക്തബന്ധങ്ങളുടെ ആ കെട്ടുറുപ്പുകളിലൊക്കെ നാം പുറത്തു വന്ന് ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന പദങ്ങളൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വർണ്ണിക്കുന്ന ആ വലിയ ദൈവത്തിന്റെ പ്രിയരായി നാം ഓരോരുത്തരും മാറുമെന്നതിന്റെ ആ സൂചനയായി അതിലേക്കുള്ള ആ പുതിയ ബന്ധത്തിന്റെ ആ മനോഹാരിതയാണ് നമുക്ക് കർത്താവിന്റെ ഈ മൂന്നാമത്തെ മൊഴികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ആദ്യ 3 മൊഴികളും അത് എപ്രകാരം നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുവാൻ നമുക്ക് സാധിച്ചുവല്ലോ. ആദ്യത്തെ മൊഴി നമ്മുടെ ഓരോരുത്തരുടെയും അറിയായ്മയുടെ കാലത്ത് സംഭവിച്ച പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മഹാപുരോഹിതൻ എന്ന നിലയിലുള്ള യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇവർ ചെയ്തത് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന. രണ്ടാമത്തെ മൊഴി, എത്ര മോശമായ സാഹചര്യത്തിലായിരുന്നാലും എത്ര വൈകിയ സമയത്താണെങ്കിലും ക്രിസ്തുവിനോട് നിത്യരക്ഷ പ്രാപിക്കാമെന്നുള്ള ഉറപ്പാണ് നമുക്ക് ഓരോരുത്തർക്ക് ഇല്ലെന്ന് ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്നുള്ള ആ മൊഴിയിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മൂന്നാമത്തെ മൊഴി അത് ബൈബിളിൽ അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം മുമ്പാകെയുള്ള ഒരു പുതിയ ബന്ധത്തെക്കുറിച്ചും ഒരു പുതിയ പദവിയെക്കുറിച്ചുമുള്ള അറിവ് നൽകുന്നതാണ്. ആ പുതിയ ബന്ധത്തെക്കുറിച്ച് നമുക്കറിയാം, ഇന്ന് പല ഭവനത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ഒരു ബന്ധവുമില്ലാതെ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു കുടക്കയിൽ നിന്ന് ഒരുപോലെ ആത്മാവിൽ ഐക്യപ്പെട്ട് ദൈവം മുമ്പാകെ ആയിരിക്കുവാൻ ആ ഒരു സ്നേഹബന്ധം സ്ഥാപിപ്പാൻ അതിന് കുറെ കൂടി ദൃഢമായി കുറെ കൂടി അർത്ഥമായി നാം പറുദീസയിൽ എത്തുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അതിനെ അറിയിക്കുന്ന ഒരു അറിവ് നൽകുന്ന ഒരു മൊഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ആത്മീയ അറിവുകൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.